കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കക്കാടംപൊയിലാണുള്ളത്. കക്കാടംപൊയിൽ ഉള്ള ഏരിയയാണ്. അവിടുത്തെ ഒരു വലിയൊരു കുളവും ഒരു വീടുണ്ട്. ഞങ്ങൾ അടിപൊളി വീട് അല്ലേ. നമുക്ക് ആ വീടിൻ്റെ അടുത്തേക്ക് പോയേക്കാം. ഒരു പഴയൊരു പണ്ടത്തെ ഒരു വീട്, ഓടിട്ട പഴയൊരു വീട്. ഇവിടെ ചെറിയൊരു കുളം ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം നമുക്ക് ആ കുളം കാണാൻ പോയേക്കാം. ചെറിയ കുളമല്ല കേട്ടോ, വലിയ കുളം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു കുളം. അടിപൊളി പണ്ടത്തെ പാറക്കോറി മാതിരിയുണ്ട് അല്ലേ. നല്ല വിശാലമായ കുളം. നല്ല അട്ടുണ്ട് കേട്ടോ ഇവിടെ. അട്ടശല്യം ഭയങ്കരമായിട്ടുണ്ട്. പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ. ഞാനിവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വീട് കാണിച്ചു തരാം. ശരിക്കും ഈ വീട്ടിലൊക്കെ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ കുളിച്ച് ഇവിടെ ഒരു പാലരുവി പോലെ വെള്ളം ഒഴുകുന്നുണ്ട്. വെള്ളം ഒഴുകുക പറഞ്ഞാൽ വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ഒരു കുഞ്ഞൊരു വെള്ളച്ചാട്ടം. കുളമൊക്കെ അങ്ങനെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും നമ്മളെ ഇതിൽ. അങ്ങനത്തെവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് നമ്മുടെ 1-2 വീഡിയോസൊക്കെ കണ്ടിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇങ്ങനെ ഒരു വീടൊക്കെ വെച്ച് ഇങ്ങനെ ജീവിക്കണം, അതായത് താമസിക്കണം. ഇത് കുളത്തുനിന്ന് വെള്ളം പോകണതാണ് ഈ കാണുന്നത്. ഇതിവിടെ ഉറവ് നല്ലോണം ഉറവുണ്ട്, വെള്ളം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് അയ്യോ ഇവിടെ ഫുള്ള് മണ്ണാണ്. പന്നി കുത്തിയതാണത് അല്ലല്ലേ? പന്നി കുത്തി തന്നെയാണ്. പന്നി കുത്തി മറിച്ചിട്ടിട്ടുണ്ട് ഇവിടെ. എത്രത്തോളം കണ്ടങ്ങൾ വെള്ളച്ചാട്ടം കണ്ട. ഞാൻ പറഞ്ഞില്ലേ വലിയ വെള്ളച്ചാട്ടം എന്നല്ല, ചെറിയൊരു കുഞ്ഞൊരു വെള്ളച്ചാട്ടം അല്ലേ. ഇത് മേലേക്ക് ഉണ്ടെങ്കിലും മല. ഇത് കക്കാടംപൊയിലാണ് കേട്ടോ. കക്കാടംപൊയിൽ ഇതിൻ്റെ ബേക്കറി ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഭാഗമല്ലേ, ഇതാണ് കക്കാടംപൊയിൽ. ഈ ഭാഗത്ത് ആ കോട കാണുന്ന ആ ഭാഗത്താണ് കക്കാടംപൊയിലുള്ളത് കേട്ടോ. കക്കാടംപൊയിൽ വെള്ളച്ചാട്ടമുള്ളത്. കക്കാടംപൊയിൽ വെള്ളച്ചാട്ടം ഇപ്പം ഇതിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇടുന്നില്ല. അതിൻ്റെ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം. എന്നുണ്ടെങ്കിൽ അവിടുന്ന് വരുന്ന വെള്ളം നേരെ ഒഴുകിയിട്ട് ഇതിലിങ്ങനെ പോയി. നമുക്ക് ഇതിൽ കാലൊന്ന് കഴുകി വെക്കാം. പാലരുവി പഞ്ചമികം അല്ലേ. ഇവിടെയൊക്കെ ചോലയിലൊക്കെ ആളുകൾ ഇവിടെയൊക്കെ വാഴയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ. ഒക്കെ ഓരോരുത്തരുടെ സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ സ്ഥലത്തിന് തീരെ വാല്യൂ കുറവാണ്. അതായത് തൊട്ടടുത്ത് റോഡൊക്കെ ഉള്ളതാണെങ്കിൽ 1 ലക്ഷം റുപ്യൊക്കെ വില ഉണ്ട്. അല്ലാത്തതാണെങ്കിൽ ഒരു 40,000 50,000 ആ റേഞ്ചിലൊക്കെ പോരും. അപ്പോൾ എന്നോട് വന്നിട്ട് നിങ്ങൾ ബ്രോക്കറാണോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആണോ എന്നൊന്നും ആരും ചോദിക്കണ്ട. ഞാൻ ഇവിടുത്തെ ഒരു ഏകദേശം റേറ്റ് ചോദിച്ചേ ഉള്ളൂ. അല്ലാതെ എനിക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇത് കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ തെങ്ങിൻ്റെ, അതായത് കുളത്തത്തെ വെള്ളം പോണത്. അമ്മ താന്ന് പോവോ. ഇവിടെ കണ്ടെങ്കിൽ ചെറിയൊരു കുഞ്ഞി പാലൊക്കെ ഇട്ടുണ്ട് നടന്നു പോകാനൊക്കെ. 2 മരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ. നമ്മളിപ്പോൾ പോണത് ഈ വീട് കാണാനാണ്. ഈ ഒരു കുഞ്ഞു വീട്. അതിൽ ആളില്ല എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ കച്ചവടമായ ഒരു പ്ലോട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വെള്ളത്തിൻ്റെ കളകളാരവും കേൾക്കാൻ നല്ല രസമല്ലേ. നല്ല രസമല്ലേ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഇവനെന്ത് ഈ കാണിക്കുന്നതിനൊക്കെ. ഇതേ ഞാൻ പറയണത് ഇങ്ങനത്തെ വൈബുള്ളവരെ സമ്മതിച്ചാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്തവർ എന്നെ വന്നിട്ട് കമൻ്റ് അടിച്ച് ട്രോളാൻ നിൽക്കില്ലേ. കണ്ടങ്ങൾ നല്ല വെള്ളം. ആ വെള്ളം മേലെ നിന്ന് വന്നിട്ടുള്ള ഇത് കൂടെ അങ്ങനെ പോകും വെള്ളം. ഇപ്പോൾ നമ്മൾ മറ്റേ 3 ദിവസം ഫുൾ മഴയാണെന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസത്തിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെയും ചെറിയ കുഞ്ഞി വെള്ളച്ചാട്ടം പോലെ തന്നെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത വെള്ളം കണ്ടോ. ഇതിവിടെ ഇങ്ങനെ വന്നിട്ട് ഇത് ഈ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. നമുക്കവിടെ ഒന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നോക്കി നോക്കാം. വഴിയുണ്ട് കേട്ടോ. വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കല്ല് തന്നെയാണ്. കരിങ്കല്ല് ഇത് പൊട്ടിച്ചതൊന്നല്ല, പാറക്കല്ലെടുത്തൊരു വഴിയാക്കി വെച്ചിട്ടുള്ളത്. കുത്തനെ നല്ല അടിപൊളി കുത്തനുള്ളൊരു വഴിയാണ്.
നമ്മളിങ്ങനെ കയറി ഇത് കുറേ പോകണ്ടല്ലോ, കറങ്ങി പോകണ്ട കേട്ടോ കുറച്ച്. ഇത് കുറച്ചൊന്നല്ലല്ലോ, വീട് കാണില്ലല്ലോ. നല്ല പട്ടിയും പൂച്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? ഒന്നാമത് കാട് പിടിച്ചൊരു ഏരിയ ആയതുകൊണ്ട് കണ്ടങ്ങൾ എന്താ ഭംഗി, അടിപൊളിയല്ലേ, നല്ല വ്യൂ അല്ലേ. ഇവിടെയൊക്കെ ഒരു റിസോർട്ടിനൊക്കെ ഒന്ന് ആലോചിക്കും, നല്ല വൈബായിരിക്കും. റിസോർട്ടിനൊക്കെ തന്നെയാണ് കേട്ടോ കുറേ ആളുകൾ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടെ ഉള്ള ആളുകളൊക്കെ പൊളി വൈബ്, വെറും വൈബല്ല, പൊളി വൈബ്. കാരണം നമ്മൾ ആഗ്രഹിച്ച് നടന്ന സാധനം തന്നെ, വേറൊന്നല്ല, മണ്ണിൻ്റെ കട്ടയിലുണ്ടാക്കിയ വീട്. ഈ മണ്ണിൻ്റെ കട്ടയിലുണ്ടാക്കിയ വീടിനോട് നമുക്ക് വേറെ വൈബാട്ടോ. കാരണം പണ്ട് കാലത്ത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. അവരുടെ മനസ്സും ശരീരവും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഭവനം. ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു എന്താ പറയുക, ഒരു കൂട്ടം പഴയ ആളുകളുടെ ഒരു കുഞ്ഞു സ്വപ്നമായിരിക്കും ഇത്. ഇന്നത്തെ ഒരുപാട് ആളുകളും ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. വലിയ വലിയ സൗധങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുഞ്ഞ് സൗധങ്ങൾ കാണാനായിരിക്കും. ഞാൻ കിതയ്ക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് വീഡിയോയിലുണ്ടായിരിക്കും. ഈ കുന്ന് കയറി വന്നതിൻ്റെ ആ ഒരു കിതപ്പാണ് അല്ലേ. നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. ശരിക്കും ആനയൊന്നുമില്ല കേട്ടോ ഇവിടെ, ഒന്നും പേടിക്കണ്ട. കണ്ടങ്ങൾ എന്താ വൈബ്, കിടുക്കാച്ചി ലുക്ക്. ഈ മണ്ണും കട്ട കണ്ടങ്ങൾ ഇന്നത്തെ വെട്ടുകല്ലിനൊക്കെ വെല്ലുന്ന തരത്തിലുള്ള സാധനം അല്ലേ, ആണോ അല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതാണ് നിങ്ങൾ ഈ മണ്ണും കൊണ്ട് തന്നെ തേച്ചിട്ടുള്ളത്, മണ്ണിൻ്റെ കട്ട തന്നെയാണ്. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, സാധനങ്ങളൊക്കെ മരങ്ങളൊന്നും ഒരു കുഴപ്പമില്ല, ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ശരിക്കും ഇത് വിറ്റപ്പോൾ ഈ വീടിൻ്റെ വില അവർക്ക് ഒരിക്കലും കിട്ടിയിട്ടുണ്ടാവില്ല. തറയൊക്കെ നല്ല കരിങ്കല്ല് കൊണ്ട് തന്നെ കെട്ടിയിരിക്കുന്നത്, നമ്മളെ പഴയ കരിങ്കല്ലും കൊണ്ട് തന്നെയാണ് കെട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടങ്ങൾ പഴയ ഒരൽ, അത് ഇവരെന്നെ കല്ലും കൊണ്ട് ചെത്തിയെടുത്ത മാതിരില്ലേ. ഇതിൻ്റെ ബാക്കത്തെ കാഴ്ച നമുക്ക് പോയേക്കാം. അട്ട കടിക്കും കേട്ടോ, എന്തായാലും ഇനി അട്ട കടിക്കും. ഇത് ബാക്കിൽ അടുക്കള കേട്ടോ, ഉള്ളിലേക്കൊന്നും നോക്കാനുള്ളൊരു ഓപ്ഷനും കൂടി ഇല്ല. വല്ല പാമ്പോ പരിച്ചാഴി എന്തെങ്കിലും ഉണ്ടാവുമോ? കണ്ടങ്ങൾ വീടിൻ്റെ ബാക്കിലുള്ള കാഴ്ചയാണിത്. ഉള്ളിലേക്ക് നമുക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ നോക്കിയിട്ട് കാണാനില്ല. ബാക്കിലെ ഡോറ് അടഞ്ഞടക്കല്ലേ, പൂട്ടിയിട്ടുണ്ടത്. പൈപ്പ് കണ്ടങ്ങൾ, ഈ പൈപ്പിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഇത് ഇവിടെയൊക്കെ പൈപ്പ് വെള്ളമാണ്, മലയിൽ നിന്ന് വരുന്ന വെള്ളം. ഞാനത് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഡോറുണ്ട്, ഒക്കെ സേഫായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ബാത്റൂം ഉണ്ട് കേട്ടോ, കുളിമുറി കക്കൂസും കൂടി ഒന്നിച്ചുള്ളതാണ്. പശുവിൻ്റെ ഒരു തൊഴുത്തുണ്ട്, പണ്ട് കാലത്ത് പശുക്കളായിരുന്നു ഇവിടെ മൊത്തം ഉണ്ടായിരുന്നത്. നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഉള്ളിലേക്ക് കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, കോണിമ്പല കടിയുണ്ട് കേട്ടോ. കോണിമ്പലും സ്വിച്ചും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇത് അടഞ്ഞിറക്കാണ്, നമുക്കൊന്നും കാണാൻ പറ്റാത്തൊരു സാഹചര്യം. ഉള്ളിലത്തെ കാഴ്ച ഈ ജനലിൽ കൂടെ നോക്കാൻ പറ്റുമോ? നോക്കട്ടെ, ജനലൊക്കെ ഫുള്ള് കവേർഡാണ്. മരത്തിൻ്റെ ജനൽ കേട്ടോ, മരത്തിൻ്റെ അടിപൊളി ജനൽ. ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റില്ല, ഞാൻ എന്നാലും ഒന്ന് ഫ്ലാഷ് അടിച്ച് കാണിച്ചു തരാം. ഇത് ഫോൺ വരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊള്ളുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇത് നമ്മളെ പഴയ കാവ്യാണ് കേട്ടോ. ഒരുപാട് ഏരിയ ഒന്നും ഇല്ല ഇതിൽ. ഒരു ബെഡ്റൂം ഇവിടെ, ഒരു ബെഡ്റൂം അവിടെ, ഒരു അടുക്കള, ഒരു നീളത്തിലുള്ളൊരു വരാന്ത പോലുള്ള ഏരിയ അല്ലേ. സംഭവം എന്തായാലും സൂപ്പറായിട്ടുണ്ട്. പഴയ ഒരു പണ്ടത്തെ ഒരു തറവാട്. ഇത് ഉണ്ടെങ്കിൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉണ്ടെങ്കിൽ കുഴ പോലത്തെ, നമ്മളെ ഇപ്പോൾ ആളുകളൊക്കെ ഇരുമ്പും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് കരിമ്പനിയാണ് തോന്നുന്നുണ്ട് അല്ലേ, കരിമ്പനി അല്ലേ ഇത്, കരിമ്പനയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീടിൻ്റെ കാഴ്ചകൾ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. ഇപ്പം എൻ്റെ മേത്ത് അട്ട കയറിയിട്ടുണ്ടോ നോക്കട്ടെ. കയറിയിട്ടില്ല, ഇതുവരെ കയറിയിട്ടില്ല. തീപ്പെട്ടിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ
നല്ല രസമല്ലേ കാണാൻ? അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. താങ്ക്